തിരിയാതെ കാര്യം നടക്കുകയല്ല. കാര്യം കൃപയുടെ കീഴിലേക്ക്, നിയമത്തിന്റെ കീഴിൽ മനകാഠിന്യമേ ഉള്ളൂ. നിയമത്തിന്റെ കീഴിൽ ആ മൂടുപടം വീണ അവസ്ഥയേ ഉള്ളൂ. നിയമത്തിന്റെ കീഴിൽ അന്ധതയേ ഉള്ളൂ. നിയമത്തിന്റെ കീഴിൽ വ്യക്തതയില്ല. നിയമത്തിന്റെ കീഴിൽ പകരം വീട്ടലേ ഉള്ളൂ. എന്നാൽ കർത്താവിനെ പോലെ ആകുന്നത് മൂടുപടം നീങ്ങിയ മുഖത്ത്. നോക്കി 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 നോക്കി. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് 18-ാം വാക്യം മൂടുപടം നീങ്ങിയ മുഖത്ത്, ആ മുഖത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ, അവിടേക്ക് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി, കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി യേശുവിനെ പോലെ ആയി മാറുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇതിന് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് എന്താണെന്നറിയോ? മൂടുപടം നീങ്ങിപ്പോണം. This is very very essential and this is very very important. മൂടുപടം നീങ്ങി പോകാതെ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എങ്ങനെയാ മൂടുപടം നീങ്ങിപ്പോകുന്നേ? കർത്താവിലേക്ക് തിരിയണം. മോശയുടെ അടുക്കലേക്ക് കൂടെ നടന്നാൽ മൂടുപടം നീങ്ങി പോകത്തില്ല. അത് പിന്നെയും കണ്ണിനെ മറയ്ക്കത്തേ ഉള്ളൂ. നിങ്ങൾ ആരാണെന്നുള്ള പരിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾ എന്നും കൊന്നും നിങ്ങളെ നോക്കി നിങ്ങളുടെ കുറവുകൾ പരിഹരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവിലേക്ക് തിരിയുമ്പോഴാ നിങ്ങളെ അവനെ പോലെ ആക്കി മാറ്റുന്നേ. അവൻ പരിപൂർണനാകയാൽ. നന്ദി യേശുവേ, ഹല്ലേലൂയ. യേശുവിനെ പോലെ എന്നെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണെന്നറിയോ? മൂടുപടം നീങ്ങിയ മുഖത്ത്. ആ വാക്ക് നിങ്ങളൊന്ന് കേട്ട്. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്തുവാ സജിത് ബ്രദറെ ഈ പറഞ്ഞു വരുന്നേ? പഴയ നിയമം വായിക്കണ്ട എന്നാണോ? പഴയ നിയമം ദൈവവചനമല്ലേ? അയ്യോ, എല്ലാ തിരുവെടുത്തും ദൈവനിശ്വാസിയാണെന്ന് തിമോഥെയോസിനോട് പൗലോസ് പറഞ്ഞ വചനം അറിയാതെയാണോ ഞാൻ ഈ നിങ്ങളോട് ഇത് പറയുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നേ? ഒരിക്കലും അല്ല. ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസീയമാണ്. പഴയ നിയമം ദൈവവചനം അല്ലെന്നോ പഴയ നിയമത്തിൽ ദൈവം ഇല്ലായിരുന്നെന്നോ ഒന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പിന്നെ എന്താ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നേ? നിങ്ങൾ പുതിയ നിയമത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. ഹല്ലേലൂയ. അത് വായിച്ച് മൂടുപടം വീഴേണ്ടിയ വ്യക്തികളല്ല നിങ്ങൾ. അത് പ്രസംഗിച്ച് മനുഷ്യന്റെ കണ്ണിന് മുമ്പിൽ മൂടുപടം ഇടേണ്ട വ്യക്തികളല്ല നിങ്ങൾ. നിങ്ങളുടെ പ്രസംഗ വിഷയം യേശുവാ. ദാവീദ് സിംഹത്തെ കീറിയിട്ട് നിങ്ങൾക്ക് 1 രൂപയുടെ ഗുണം ഉണ്ടായിട്ടില്ല. ദാവീദ് ഗോലിയാത്തിനെ കല്ലെടുത്ത് ആഞ്ഞു വീശി മല്ലം വീണുപോയി. പറഞ്ഞ് കൈയെടുപ്പിക്കാൻ കൊള്ളാം, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും അതുകൊണ്ട് ഒരു ഗുണവുമില്ല. എന്നാൽ ഒടുക്കത്തെ വൈരിയാകുന്ന പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ച യേശുവിനെ പറ. യേശുവിനെ പറ. ഇവനെത്ര മഹാനെന്ന് നോക്കുവീൻ. ഇവനെ പോലെ ആരുണ്ട്? പഴയ നിയമത്തിൽ എബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിൽ 27 പഴയ നിയമ വിശുദ്ധന്മാരെ അണിനിരത്തുകയാണ്. അബ്രഹാം മുതൽ അങ്ങ് വിശ്വസ്ത പ്രവാചകനായ ശമൂവേൽ വരെ നിരത്തിയിട്ട് കാര്യങ്ങളെ മുഴുവൻ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ട് എബ്രാഹിം ലേഖനം 11-ാം അധ്യായത്തിന് അവസാനമാക്കി എഴുതിയിരിക്കുക, ഇവരൊക്കെയും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ല ഒന്ന് നമുക്ക് മുന്നൊരുക്കിയിരിക്കുന്നു. ആരൊക്കെ? ഈ മേളി പറഞ്ഞവരൊക്കെ. അബ്രഹാം ഉണ്ട്, കിടക്കുക. അബ്രഹാം, മോശ, വിശ്വസ്ത പ്രവാചകൻ ശമൂവേല്, ദാവീദ്, ശൗല്, ഇങ്ങനെ നീണ്ട നിര ഇട്ടിട്ട് പറയാം. ഇവരെല്ലാവരും വിശ്വാസാൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദാന നിവൃത്തി പ്രാപിച്ചില്ല. ഒരുത്തനും വാഗ്ദാന നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് കൃപയിലുള്ള എന്നെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുവാൻ
യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട എന്നെ കൂടാതെ അവരുടെ രക്ഷയ്ക്ക് പൂർത്തി വരാതിരുന്നു. എന്നിലൂടെ അവരുടെ രക്ഷയ്ക്ക് പൂർത്തി വന്നേ എന്ന് പറഞ്ഞാൽ എന്റെ വീണ്ടെടുപ്പിന് വില കൊടുത്ത ശേഷമാ അവരെ ഉദ്ധരിക്കാൻ യേശു ആത്മാവിൽ പാതാളത്തിലേക്ക് പോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലവും നിവൃത്തിയായി എന്ന് ഈശോ മശിഹ കാൽവരി ക്രൂശിൽ കിടന്ന് പറഞ്ഞ സമയത്ത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി എല്ലാം ഉള്ളത് ഒരുക്കി കഴിഞ്ഞിട്ടാ മരണശേഷം അവിടുന്ന് ആത്മാവിൽ പാതാളത്തിലേക്ക് ചെന്ന് പഴയ നിയമ വിശുദ്ധന്മാർ മരിക്കുന്നവൾ പാതാള പ്രദേശയിൽ വിശ്രാമം കാത്തിരുന്നു. അവരുടെ അടുക്കൽ പോയി സുവിശേഷം അവരുടെ ആത്മാക്കളോട് പ്രസംഗിച്ചു. വിശ്വസിച്ചവരുടെ ആത്മാവിനെ കൊണ്ട് യേശു സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ എന്റെ വീണ്ടെടുപ്പിന്റെ മുഴുവൻ കാര്യം അതിനു മുമ്പേ ചെയ്തു കഴിഞ്ഞിരുന്നു. അതാ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവരൊക്കെയും നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം ഏറ്റവും നല്ല ഒന്ന് നമുക്ക് മുന്നൊരുക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമം ദൈവവചനം അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പഴയ നിയമം ദൈവവചനമാണ്. എല്ലാ തിരുവഴുത്തും ദൈവനിശ്വാസിയാണെന്നുള്ള അറിവോടുകൂടെ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വായിക്കേണ്ടത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ജീവിക്കേണ്ടത് പുതിയ നിയമത്തിലാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ഒരാചാരവും ഒരനുഷ്ഠാനവും പുതിയ നിയമസഭയ്ക്ക് കൊടുത്തിട്ടില്ല. പഴയ നിയമത്തിൽ ശബത്തുണ്ടായിരുന്നു. നിങ്ങൾ ആരും ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും ശബത്ത് അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ പരിച്ഛേദന ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും പരിച്ഛേദന കഴിക്കേണ്ട ആവശ്യമില്ല. പഴയ നിയമത്തിൽ പർവ്വതത്തിലെ ദൈവം ഇറങ്ങി വരത്തുള്ളായിരുന്നു. ഇന്ന് പർവ്വതത്തിലല്ല, വിശ്വസിക്കുന്നവരുടെ ഉള്ളിലാ. ഹല്ലേലൂയ. അന്ന് പർവ്വതത്തിലേക്ക് നോക്കി എന്നാൽ വചനം അങ്ങനെ, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഇന്നും അതും ചിന്തിച്ചോണ്ടായിരിക്കുന്നെങ്കിൽ പർവ്വതത്തിലേക്ക് പോക്കി തലേ വീടിരുന്ന പെടലിവേദന എടുക്കാന്നല്ല, പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല. ഒരു സഹായവും മലയുടെ മേളിൽ നിന്ന് വരാനില്ല. എല്ലാ സഹായവും നിന്റെ ഉള്ളിലിരിക്കുന്ന യേശുവിനാൽ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. കരമടിച്ചൊന്ന് യേശുവിന് നന്ദി പറഞ്ഞേ. കർത്താവേ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മകൾക്ക് കിട്ടിയ സൗഖ്യത്തിന്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടായിരുന്നോ? ഇങ്ങോട്ടൊന്ന് വന്നേ മോനെ, നിങ്ങളിത് കേൾക്കണം. യേശു സൗഖ്യമാക്കുന്നു എന്നുള്ളത് ഊഹാപോഹം അല്ല, ആരോ പറഞ്ഞ ഐതിഹ്യമല്ല. 8 എണ്ണോ ഇതെല്ലാം കൂടെ ഞാൻ എപ്പോ അഴിച്ചു തീർക്കാനാ? ഇത് നട്ടലിന്റെ സ്കാൻ ചെയ്ത MRI സ്കാനാ. ഇതിനകത്ത് ഈ വൈറ്റ് കളറിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഞരമ്പുകൾ ദ്രവിച്ചു പോയിക്കുന്നതായിട്ടുള്ള. അപ്പം ഇത് നട്ടലിന്റെ, പിന്നെ ഇത് ബ്രെയിനിനെ ക്രോസ് സെഷൻ ചെയ്തു 1000, 10,000 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഇമേജസാ. അപ്പൊ ഇതിനകത്ത് ഈ വൈറ്റ് കളറിൽ കാണുന്ന ഈ ഭാഗം ഫുള്ള് തലച്ചോറ്, വൈറ്റ് കളറിൽ കാണുന്നത് ഫുള്ള് എന്റെ ഞരമ്പുകൾ പൂർണ്ണമായിട്ട് നശിച്ചു പോയിട്ടുള്ള. അപ്പൊ ഇതെനിക്ക് 2007 ഇത് ഡയഗ്നോസിസ് ചെയ്തത്. അന്ന് തൊട്ട് ഞാൻ മരുന്നെടുക്കുക. എന്നെ മോളെ ഈ രോഗത്തിന് പറയുന്നത്? രോഗത്തിന്റെ പേര് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. ഇത് 10,000-ൽ ഒരാൾക്ക് വരുന്ന അസുഖം. അപ്പൊ ഇത് ഞാൻ 2007 തൊട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എത്ര രൂപയുടെ മരുന്ന് വേണം? അത് ഒരു മാസം തന്നെ. ഇപ്പൊ ഇഞ്ചക്ഷൻസ് ആയിരുന്നു എടുക്കുന്നത്. അപ്പൊ അറൌണ്ട് 20,000 ആകുമായിരുന്നു ഒരു മാസത്തെ ഇഞ്ചക്ഷൻ. ഈ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരുന്നത് ബ്രിട്ടീഷ് ഫാർമസി എന്നുള്ള ഇഞ്ചക്ഷനാ. നമ്മുടെ ഇമ്പോർട്ടഡ് സാധനമാണ്, നമ്മുടെ നാട്ടിലങ്ങനെ കിട്ടത്തില്ല. ഈ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു ഞാൻ ഇത്രയും നാൾ നിൽക്കുന്നത്. അപ്പം കഴിഞ്ഞ നവംബർ മാസത്തെ ഇവിടെ ടൗൺ ഹാളിൽ ഇവിടെ സജിത് ബ്രദറിന്റെ പ്രേയറിൽ നമ്മൾ ഫ്ലയേഴ്സ് കണ്ടറിഞ്ഞു റോഡിൽ, സ്ട്രീറ്റിൽ. അതിനു മുമ്പ് ഇടയ്ക്കൊക്കെ TV-യിൽ വരുന്നത് കാണത്തുള്ളൂ. പക്ഷെ ഇത്രത്തോളം നമുക്ക് അനുഭവത്തിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ടൗൺ ഹാളിൽ വന്നു. ഇവിടെ വന്ന് പ്രയറിന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ കുറേ ധ്യാനങ്ങളിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ അവിടെ എല്ലാം പോകുമ്പോഴും ആ യേശുവപ്പച്ചനെ സൗഖ്യമാക്കും എന്ന ഒരു വിശ്വാസമേ ഉള്ളായിരുന്നു. കാരണം എന്നിട്ട് ഞാൻ മരുന്നില്ലാതെ എനിക്ക് പറ്റത്തില്ല എന്നുള്ള ആ ഒരു മനസ്സിൽ ഫുൾ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യേശുവിനെ കാട്ടി വലിയൊരു ഡോക്ടർ ഇല്ല. മെഡിക്കൽ സയൻസിന് പറ്റാത്ത കാര്യം യേശുവിനാൽ സാധ്യമാണെന്ന് നമ്മൾ വിശ്വസിച്ച് ഏറ്റു പറയണമെന്ന്. അതുവരെ അതിൻ്റെ ഇവിടെ വന്ന് പ്രേയറിന് വരുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് വരെ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അപ്പോൾ എല്ലാ മാസവും 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കും. അതിൻ്റെ കൂടെ എനിക്ക് കണ്ണിൻ്റെ കാഴ്ച 2 മാസം മുമ്പ് വീണ്ടും ഇങ്ങനെ കുറഞ്ഞു.
കുറഞ്ഞ ഒരു വലത്തെ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ സ്റ്റീറോയിഡ്സ് വീണ്ടും എടുത്തു. അപ്പോൾ സ്റ്റീറോയിഡ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഭയങ്കരമായിട്ട് സിംറ്റംസ് കാണിച്ചു. കാല് വേദന, പിന്നെ എനിക്ക് ഡിപ്രഷൻ വരുമായിരുന്നു. അപ്പോൾ അതിന് ആൻറ്റി ഡിപ്രസൻസും എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫുള്ള് മെഡിസിനായിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. പക്ഷെ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലൊരു ധൈര്യം അതെനിക്ക് തന്നു. അപ്പോൾ എനിക്കത് യേശുപ്പച്ചൻ വെളിപ്പെടുത്തി തന്നു. കാരണം മരുന്ന് കൊണ്ട് നമുക്ക് ജീവിക്കാൻ ഡോക്ടേഴ്സ് പറഞ്ഞു, നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്ക് മരുന്നെടുത്ത് മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ആ മെഡിസിൻ എടുത്തുന്ന ഓൺ ദ സ്പോട്ടിൽ നീ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ത്രെട്ടനിങ് ആയിരുന്നു എനിക്ക് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2007 തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് മെഡിസിൻ എടുത്തുകൊണ്ടേയിരുന്നു. ഒരു ദിവസം 24 ടാബ്ലറ്റ് വെച്ച് ഞാൻ കഴിക്കുമായിരുന്നു. സ്റ്റാർട്ടിങ് സമയത്ത് 24 ടാബ്ലറ്റ് കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അച്ചാച്ചൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അന്നേരം തൊട്ട് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു തുടങ്ങി. ദൈവം അത് പറഞ്ഞത് എനിക്ക് വേണ്ടി, എന്നെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അന്ന് വൈകിട്ട് ഞാൻ തീരുമാനിച്ചു. പിന്നെ ഇച്ചായനും പറഞ്ഞു, നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു, ദൈവം യേശുപ്പച്ചൻ നമുക്ക് സൗഖ്യം തന്നു, നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഞാൻ മെഡിസിൻ എടുത്തിട്ടില്ല. ഇപ്പം ഇഞ്ചക്ഷൻസ് എടുത്തിട്ടില്ല. ഇപ്പോൾ ഒരു 4 ഇഞ്ചക്ഷൻ എടുക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അന്ന് തൊട്ട് ഞാൻ ഇഞ്ചക്ഷൻ നിർത്തി. എനിക്ക് ഇതുവരെ ആയിട്ടും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. എനിക്ക് എനിക്ക് അറിയില്ല എങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടേ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എനിക്കൊരു സന്തോഷമില്ലായിരുന്നു. പക്ഷെ യേശുപ്പച്ചൻ ഇത്രത്തോളം കരുതുന്ന ഒരു ദൈവമാണെന്ന് എന്നെ മനസ്സിലാക്കിയത് ഇവിടെ അച്ചാച്ചൻ്റെ ആ പ്രേയറിലൂടെ മാത്രമാണ്. അത് ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു, ഞാൻ വിശ്വസിച്ചു. ഇപ്പം ഞാൻ മെഡിസിൻ എടുക്കുന്നേ ഇല്ല, ഒരു മെഡിസിനും കഴിക്കുന്നില്ല. Thank you, Jesus. It's a big testimony. It's a big testimony. അവൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു ആളാണ്. ഇറ്റ്സ് എ ഫാർമസിസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്നും സൗഖ്യങ്ങൾ നടക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുക്കും. എല്ലാവരും ഇന്ന് ഈ ഗുഡ് ന്യൂസ് കേൾക്കട്ടെ. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പ്രസാദിച്ചത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ആ പ്രസാദം നിന്റെ മക്കളുടെ മേലേക്ക് ഇറങ്ങി വരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൈവപ്രസാദം ഓരോ വീടുകളിലേക്കും വ്യാപരിക്കട്ടെ, കുടുംബജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവപ്രസാദത്തെ അവരിൽ നിന്ന് അന്യാധീനപ്പെടുത്തുന്ന രോഗങ്ങൾക്ക് ഇനി അവിടെ സ്ഥാനമില്ല. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. ഈ ആണ്ടിന്റെ അവസാനത്തിന് മുമ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിശ്ചയമായിട്ട് പറയാൻ കഴിയുന്നത് കർത്താവിന്റെ പ്രസാദ വർഷമാണ്. ഈ ഞായറാഴ്ച ഞാൻ ചങ്ങനാശ്ശേരിയിലുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് കടന്നു വരാൻ താല്പര്യമുണ്ട്. ദയവായിട്ട് കടന്നു വന്നാട്ടെ. God bless you.